പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISLൽ ഇന്ന് മുഹമ്മദ് നസി ബംഗളൂരു FC മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു മത്സരം നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്ന റഫറി ക്രിസ്റ്റൽ ജോൺ ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലും മറക്കാൻ വഴിയില്ലാത്ത ഒരു റഫറിയാണ് ക്രിസ്റ്റൽ ജോൺ. ഇന്നത്തെ മുഹമ്മദ് നസി ബംഗളൂരു FC മത്സരത്തിൽ ബംഗളൂരു FCക്ക് അനുകൂലമായിട്ട് ഒരു പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ റഫറിയായിട്ടുള്ള ക്രിസ്റ്റൽ ജോൺ അത് പെനാൽറ്റി നൽകിയതുമില്ലായിരുന്നു. അടുത്തൊരു വാർത്ത നമുക്കറിയാം, നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ മത്സരം നടക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളിനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്. നിലവിൽ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. നാളത്തെ മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ ടേബിളിൽ ഇനിയും മുന്നോട്ട് വരാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. ടീമിൽ പരിക്കുണ്ടായിരുന്ന താരങ്ങളെല്ലാം തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അല്പം ശക്തരാണ്. മാത്രമല്ല ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തന്നെ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയതും കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല ജീസസ് ജിമിനസും അതുപോലെ തന്നെ നോവയും മികച്ച ഫോമിൽ തന്നെ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 മത്സരങ്ങളിലും ഗോൾ നേടാനായിട്ട് ജീസസിന് സാധിച്ചിട്ടുണ്ട്. മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഗാൽ സ്റ്റെഹ്റ പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: നാളെ ഞങ്ങളെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടേറിയ മത്സരം തന്നെയായിരിക്കും. അതുപോലെ തന്നെ FC ഗോവയെ സംബന്ധിച്ചും നാളത്തെ മത്സരം അല്പം ബുദ്ധിമുട്ടേറിയ ഒരു മത്സരം തന്നെയായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സ് ലാസ്റ്റ് കളിച്ച മത്സരത്തിൽ മികച്ചൊരു വിജയം നേടി നല്ല കോൺഫിഡൻസിലാണ് ടീം ഉള്ളത്. FC ഗോവ ആയാലും അവസാനമായിട്ട് കളിച്ച മത്സരത്തിൽ വിജയിച്ചിരുന്നു. നിലവിൽ 11 പോയിന്റുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. FC ഗോവയ്ക്ക് ആവട്ടെ 12 പോയിന്റുകളാണ്. നാളത്തെ FC ഗോവയ്ക്കെതിരായിട്ടുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ 4 പ്ലേയേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. വിങ്ങറായിട്ടുള്ള ബ്രൈസ് മിറാണ്ട, അമാവിയ, സൗരമണ്ഡൽ എന്നീ താരങ്ങളൊന്നും നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല. ഈ സീസണിൽ ഒരു മത്സരത്തിൽ പോലും കളിക്കാനായിട്ട് ഈ താരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് പരിക്ക് മൂലം നഷ്ടമായ ഐമന് നാളത്തെ മത്സരത്തിൽ പുറത്തായിരിക്കും. ഈ പ്ലേയേഴ്സ് ഒന്നും നാളത്തെ മത്സരത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. പ്രബീർ ദാസ് കഴിഞ്ഞ മത്സരത്തിൽ ബെഞ്ചിലുണ്ടായിരുന്നു. ഒരുപക്ഷെ നാളത്തെ മത്സരത്തിൽ പ്രബീർ ദാസിന് കോച്ച് അവസരം കൊടുത്തേക്കാം. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.